വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ജാമ്പക്കയാണ് പറിച്ചത്. ഞാൻ ഇവിടെ നോക്കിയാലെ കണ്ടതാണ്. കുഞ്ഞു ജാമ്പക്കയാണ് ഗൈസ്. കുഞ്ഞു ജാമ്പക്കയാൽ നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കഥ തുടങ്ങിയാലോ. കുറുക്കനും കൊക്കും. ഇത് വളരെ പണ്ടു നടന്ന ഒരു കഥയാണ്. ഒരിക്കൽ ഒരു കുറുക്കനും കൊക്കും ഒരു പുഴക്കരയിൽ വച്ച് കണ്ടുമുട്ടി. താമസിയാതെ അവർ ചങ്ങാതികളുമായി. ചങ്ങാതി, നിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമോ? കുറുക്കൻ കൊക്കിനെ ക്ഷണിച്ചു. തീർച്ചയായും. കൊക്ക് സന്തോഷത്തോടെ സമ്മതിച്ചു. കൊക്ക് കുറുക്കന്റെ വീട്ടിൽ ചെന്നു. കുറുക്കൻ ചങ്ങാതിയെ സന്തോഷത്തോടെ ക്ഷണിച്ചിരുത്തി. കുറുക്കൻ മേശേമിൽ 2 പരന്ന പാത്രം വച്ചു. അതിൽ പായസം വിളമ്പി. കൊക്കിന് പരന്ന പാത്രത്തിൽ നിന്ന് നീണ്ട കൊക്ക് കൊണ്ട് അല്പം പോലും ഒത്തിക്കുടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുറുക്കൻ പായസം നക്കി കുടിക്കാൻ തുടങ്ങി. കൊക്ക് നിരാശയോട് നോക്കിയിരുന്നു. കൂട്ടുകാരാ, നാളെ നീ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമോ? യാത്ര പറയാൻ നേരം കൊക്ക് കുറുക്കനെ ക്ഷണിച്ചു. കുറുക്കൻ സന്തോഷത്തോടെ സമ്മതിച്ചു. പിറ്റേന്ന് കൃത്യസമയത്ത് കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. കൊക്ക് കുറുക്കനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. തീന്മേശക്കരികിൽ ഇരുത്തി. കൊക്ക് കുറുക്കനെ ഒരു പരന്ന പാത്രത്തിലും പായസം വിളമ്പി. കൊക്കിനെ ഉയർന്ന കുടം പോലെയുള്ള ഒരു പാത്രത്തിലും. കഴിക്കൂ കൂട്ടുകാരാ, കൊക്ക് കുറുക്കനോട് പറഞ്ഞു. കൊക്കിന്റെ മാന്യമായ പെരുമാറ്റം കണ്ട് കുറുക്കന്റെ തല കുനിഞ്ഞു. ചങ്ങാതി, ക്ഷമിക്കണം. ഇന്നലെ നീ വന്നപ്പോൾ ഞാൻ എത്ര മോശമായാണ് പെരുമാറിയതെന്ന് എനിക്കും ഇപ്പോൾ മനസ്സിലായി. നിന്റെ സൗകര്യങ്ങൾ ഞാൻ നോക്കിയതേയില്ല. നീ എത്ര ദയയോടുകൂടിയാണ് എന്നോട് പെരുമാറുന്നത്. കുറുക്കന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അതിഥികളെ നമ്മൾ ദൈവത്തെ പോലെ കാണണം, കൊക്കു പറഞ്ഞു. കുറുക്കൻ അങ്ങനെ ഒരു പുതിയ പാഠം പഠിച്ചു. കൂട്ടുകാരെ, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ജാമ്പക്ക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വേറൊരു കഥയായിട്ട് പിന്നെ കാണാം.